എന്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയം നമ്മളുടേതായ ഹൃദയത്തിന്റെ സുന്ദരമായിരിക്കുന്ന നിഷ്പക്ഷമായിരിക്കുന്ന കാപട്യമില്ലാത്ത വഞ്ചനയില്ലാത്ത അതിന്റെ ഇഖ്ലാസിലേക്കാണ് അല്ലാഹു തആല ഉറ്റുവീക്ഷിക്കുന്നത്. വഞ്ചനയും വക്രതയും പ്രതികാരചിന്തയും വൈരാഗ്യവും അസൂയയും അഹങ്കാരവും അകന്തയും അനാശാസ്യ ചിന്തകളും അനിസ്ലാമികതയും എന്നുവേണ്ട ഇസ്ലാമിക ജീവിതത്തിന് അന്യമായത് എന്തെല്ലാമാണോ അനാവശ്യമായിട്ടുള്ളത് നമ്മളെ ഹൃദയത്തിൽ മറുപടി പറയുന്ന ഒരു ദിവസം ആഖിറത്തിൽ വരാനുണ്ട്. ചോദ്യകർത്താവ് അല്ലാഹുവാണ്. ചോദിക്കുമെന്ന് കർശനമായിരിക്കുന്ന ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. നാം എത്ര വേദനയേൽക്കുന്നവരാണ്, എത്രയോ നിസ്കരിക്കുന്നവരാണ്, എത്ര ദിക്റുകളും സ്വലാത്തുകളും ചെല്ലുന്നവരാണ്. ഇവകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ കറകൾ മായ്ച്ചു കളയാൻ, മലിനമായ നമ്മുടെ ജീവിതത്തിനെ ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത് എടുക്കാൻ കഴിയാതെ പോകുന്നത് ഹൃദയത്തിന്റെ ദൂഷ്യ സ്വഭാവമാണ്. ഹൃദയമാവുന്നു നമ്മളെ ഭൂമി. ഹിദായത്തിന്റെ ഭൂമി ഹൃദയമാണ്. തലയും വയറും കയ്യും കാലും ഒന്നുമല്ല. അല്ലാഹുവിനെ പേടിക്കുന്ന മഹാപ്രപഞ്ചം അത് ഹൃദയമാണ്. നാഥനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങുന്നു, അല്ലാഹുവേ ഞാൻ നിന്റെ വിനീതദാസനാകുന്നു എന്ന് സ്വയം സമ്മതിക്കാനുള്ള അടിമത്വം അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് ഹൃദയമാണ്. പാവപ്പെട്ടവനോടും വലഞ്ഞവനോടും അശ്രനോടും കാരുണ്യം ചൊരിയുന്ന അമൃതവർഷം അവനിലേക്ക് പെയ്തിറങ്ങാൻ കാരണം അവന്റെ ഹൃദയമാണ്. നൊന്തുപെറ്റ ഉമ്മയെയും ത്യാഗം സഹിച്ച് വളർത്തിയ പിതാവിനെയും അർത്ഥം കൊടുത്ത് സ്ഥാനം കൊടുത്ത് സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും കഴിയുന്നത് ഹൃദയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും മനുഷ്യ നന്മകൾ അല്ലാഹു തആല നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് ഹൃദയത്തിന്റെ പരിശുദ്ധിയിലാണ്. ആ ഹൃദയത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമത്തും. ആ പരിശുദ്ധി കളങ്കപ്പെടുത്തുമ്പോൾ നമ്മളുടെ നിസ്കാരങ്ങൾക്ക് മാർക്കിടത്തില്ല, നമ്മളുടെ നോമ്പിനൊന്നും മാർക്കിടത്തില്ല, ഹജ്ജിനൊന്നും അല്ലാഹു തആല മാർക്കിടത്തില്ല. കാരണം അതെല്ലാം ബാഹ്യമായ ജാടകളായിട്ട് മാറും. അല്ലാഹുവിനെ പേടിക്കുന്നൊരു ഹൃദയം നമുക്ക് വേണം. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഖദ് അഫ്ലഹ മൻ തസക്ക. ഹൃദയത്തെ സംസ്കരിച്ചവൻ വിജയം കൈവരിച്ചു. അനാവശ്യങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും എല്ലാം ഹൃദയത്തിനെ ശുദ്ധിയാക്കിയവൻ വിജയം കൈവരിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഹൃദയത്തിനെ ശുദ്ധിയാക്കിയിട്ട്
പരിശുദ്ധമാക്കി